നമസ്കാരം. എഡ്യു ഡിഫൻസിൻ്റെ 30 GK സയൻസ് കറണ്ട് അഫയേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ആർമി, നേവി, MR, കോസ്റ്റ് ഗാർഡ്, SSC, GD പോലുള്ള എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സയൻസിലെയും കറണ്ട് അഫയേഴ്സിലെയും ജനറൽ നോളജിനെയും ബേസിക് ആയിട്ട് വേണ്ടുന്ന ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, പല പരീക്ഷയ്ക്കും പല രീതിയിലുള്ള എക്സാം പാറ്റേണും എക്സാം ടഫ്നെസ്സും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: നെയിം ദ ഫാസ്റ്റസ്റ്റ് ഫ്ലോയിങ് റിവർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏത്? ടീസ്റ്റയാണോ, ബ്രഹ്മപുത്രയാണോ, ഗംഗയാണോ, കാളിയാണോ? ഉത്തരമായി വരുന്നത് ടീസ്റ്റയാണ്. സിക്കിമിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ടീസ്റ്റ. അതുകൊണ്ട് തന്നെ സിക്കിമിൻ്റെ സോറോ ഓഫ് സിക്കിം എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റയാണ്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: മിൽക്കി വേ ഗാലക്സി വാസ് ഫസ്റ്റ് സീൻ ബൈ. ആരാണ് മിൽക്കി വേ ഗാലക്സി ആദ്യമായിട്ട് കണ്ടെത്തിയത്? ഓപ്ഷൻ എ ഗലീലിയോ, ഓപ്ഷൻ ബി മാർട്ടിൻ സ്മിത്ത്, ഓപ്ഷൻ സി മർക്കോണി, ഓപ്ഷൻ ഡി ന്യൂട്ടൺ. ഗലീലിയോ ആണ് മിൽക്കി വേ ഗാലക്സി കണ്ടെത്തിയത്. നമ്മൾ ഉൾപ്പെടുന്ന ഗാലക്സി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്കി വേ ഗാലക്സിയാണ്. അതായത് എർത്ത് ഉൾപ്പെടുന്ന ഗാലക്സി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിൽക്കി വേ ഗാലക്സി ആണ്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഹാലീസ് കോമറ്റ് അപ്പിയേഴ്സ് വൺസ് ഇൻ എ പീരീഡ് ഓഫ്. എത്ര വർഷങ്ങൾ കൂടുമ്പോഴാണ് ഹാലീസ് കോമറ്റ്, അതായത് വാൽ നക്ഷത്രം, ഹാലിയുടെ വാൽ നക്ഷത്രം ആകാശത്തിൽ ദൃശ്യമാകുന്നത്? ഓപ്ഷൻ എ 12 വർഷം, ഓപ്ഷൻ ബി 36 വർഷം, ഓപ്ഷൻ സി 76 വർഷം, ഓപ്ഷൻ ഡി 84 വർഷം. നമുക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സോളാർ സിസ്റ്റത്തിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ് ഹാലീസ് കോമറ്റ്. 76 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഹാലീസ് കോമറ്റ് കാണപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം: ഫസ്റ്റ് ആറ്റോമിക് റിയാക്ടർ ഇൻ ഇന്ത്യ. ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ, ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ ഏതാണ്? ഓപ്ഷൻ എ കൽപ്പാക്കം, ഓപ്ഷൻ ബി അപ്സര, ഓപ്ഷൻ സി കാമിനി, ഓപ്ഷൻ ഡി ഭദ്രൗളി. നമുക്കറിയാം, അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ. അപ്പോൾ അത് ബാർക്ക് എന്ന നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഭാരത് അറ്റോമിക് റിസർച്ച് സെൻറ്ററിന് കീഴിലാണ് അപ്സര ആദ്യമായിട്ട് ഫൗണ്ട് ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം: നെയിം ദ ഹയസ്റ്റ് ഗേറ്റ് വേ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗേറ്റ് വേ ഏതാണ്? ഓപ്ഷൻ എ ഗോൽ ഗുംബസ്, ഓപ്ഷൻ ബി ഇന്ത്യ ഗേറ്റ്, ഓപ്ഷൻ സി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി ബൂലന്ദ് ദർവാസ. ബൂലന്ദ് ദർവാസയാണ് ഉത്തരമായി വരുന്നത്. ഫത്തേപൂർ സിക്രിയിലാണ് ബൂലന്ദ് ദർവാസ കാണപ്പെടുന്നത്. ആറാമത്തെ ചോദ്യം: ഡിവൈസ് യൂസ് ടു മെഷർ ദ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതെന്ന്? ECG, EEG, സ്പിഗ്മോ മാനോമീറ്റർ, തെർമോമീറ്റർ. നമുക്കറിയാം, സ്പിഗ്മോ മാനോമീറ്റർ ആണ് ബ്ലഡ് പ്രഷർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ്. ECG എന്തിനാണെന്ന് വെച്ചാൽ ഇലക്ട്രോ കാർഡിയോഗ്രാഫാണ്. അത് ഹാർട്ട് ബീറ്റിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. EEG ബ്രെയിനിൻ്റെ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. തെർമോമീറ്റർ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ്. ഏഴാമത്തെ ചോദ്യം: വിച്ച് എലമെൻറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ആസിഡ്സ്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ആസിഡുകളിൽ, എല്ലാ ആസിഡുകളിലും പൊതുവായി കാണുന്ന എലമെൻ്റ് ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഹീലിയം, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി നൈട്രജൻ. ഓപ്ഷൻ എ ഹൈഡ്രജനാണ് ശരിയായ ഉത്തരം. എല്ലാ ആസിഡുകളിലും പൊതുവേ നമ്മൾക്ക് കാണപ്പെടുന്ന ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ. എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ മ്യൂസിയം ഈസ് ലൊക്കേറ്റഡ് അറ്റ്. റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യൻ മ്യൂസിയം എവിടെയാണ് കാണപ്പെടുന്നത്? മുംബൈ, കൊൽക്കത്ത, ഡൽഹി, കർണാടക. കൊൽക്കത്തയിലാണ് ഇന്ത്യൻ മ്യൂസിയം കാണപ്പെടുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബുക്കിൻ്റെ പേരാണ്. ഒമ്പതാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ദ ബുക്ക് അനിമൽ ഫാം ഈസ് ഓഥേർഡ് ബൈ. അനിമൽ ഫാം എന്ന ബുക്ക് എഴുതിയേക്കുന്ന ആരാണ്? ജോർജ് ബെർണാഡ് ഷോ, ജോൺ മിൽട്ടൺ, ജോർജ് ഓർവെൽ, ഷേക്സ്പിയർ. ജോർജ് ഓർവെലിൻ്റെ ബുക്കാണ് അനിമൽ ഫാം എന്നറിയപ്പെടുന്നത്. പത്താമത്തെ ചോദ്യം: വിച്ച് പ്ലാനറ്റ് ഈസ് കാൾഡ് ആസ് വാട്ടറി പ്ലാനറ്റ്. വാട്ടറി പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് അല്ലെങ്കിൽ ഗ്രഹം ഏത്? ഓപ്ഷൻ എ മാർസ്, ഓപ്ഷൻ ബി വീനസ്, ഓപ്ഷൻ സി എർത്ത്, ഓപ്ഷൻ ഡി യുറാനസ്. എർത്താണ് ജലാംശമുള്ള പ്ലാനറ്റ്. നിലവിൽ ജലാംശമുള്ള പ്ലാനറ്റായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് എർത്താണ്. പിന്നീട് ഇത് മാർസിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാലും എർത്തിനെയാണ് വാട്ടറി പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്. മറ്റൊരു പേരുണ്ട് ബ്ലൂ പ്ലാനറ്റ് എന്നും എർത്ത് അറിയപ്പെടുന്നു. ആകാശത്ത് നിന്നും ദൃശ്യമാകുന്ന
ബ്ലൂ കളറാണ് എർത്തിന്, അതുകൊണ്ട് ബ്ലൂ കളർ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് എർത്താണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ ആർമി ഫ്ലാഗ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഇന്ത്യൻ ആർമി ഫ്ലാഗ് ഡേ എന്നാണ് ആചരിക്കുന്നത്? December 4, October 8, January 15, December 7. December 7 ആണ് ഇന്ത്യൻ ആർമി ഫ്ലാഗ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു December 4 പ്രത്യേകത ഇന്ത്യൻ നേവി ഡേ ആണ്, October 8 പ്രത്യേകത ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആണ്, January 15 പ്രത്യേകത ഇന്ത്യൻ ആർമി ഡേ ആണ്. 12ാമത്തെ ചോദ്യം, ദ ഫേമസ് ബുക്ക് ആനന്ദ് മദ് വാസ് ഓഥേർഡ് ബൈ. ആനന്ദമഠം എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയേക്കുന്നത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, അരബിന്ദോ, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, രവീന്ദ്രനാഥ ടാഗോർ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമഠം എന്ന കൃതി എഴുതിയേക്കുന്നത്. ഒരു നോവലാണ്. ആ നോവലിൻ്റെ അകത്തൊരു ചെറിയ പോയം ലൈക്ക് ഒരു സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്. ആ പോയമാണ് പിന്നീട് നമ്മളുടെ നാഷണൽ സോങ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് വന്ദേ മാതരമാണ്. അപ്പോൾ വന്ദേ മാതരം എഴുതിയതും ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 13ാമത്തെ ചോദ്യം, ഫസ്റ്റ് റെയിൽവേ ലൈൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ബൈ വിച്ച് ഗവർണർ ജനറൽ. ഏത് ഗവർണർ ജനറലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ചത്? വാറൻ ഹാസ്റ്റിങ്സ്, വില്യം ബെൻഡിക്, ലോർഡ് ഡെൽഹൌസി, ലോർഡ് വെല്ലിംഗ്ടൺ. നമുക്കറിയാം 1853 ഏപ്രിൽ 16 ഇന്ത്യയിലൂടെ ഒരു റെയിൽവേ ലൈൻ സ്ഥാപിതമായത്. അതിലൂടെ ഒരു റെയിൽവേ പാസേജ്, അത് ബോംബെ മുതൽ താനെ വരെയാണെന്നറിയാം. അത് കൊണ്ടുവന്ന വ്യക്തി ലോർഡ് ഡെൽഹൌസി ആണ്. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഈ പറയുന്ന ലോർഡ് ഡെൽഹൌസി ആണ്. 14ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ലൂബ്രിക്കൻറ്റ്. ലൂബ്രിക്കൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ അയൺ ഓക്സൈഡ്, ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ സി സിലിക്ക, ഓപ്ഷൻ ഡി ഡയമണ്ട്. നമുക്കറിയാം കാർബണിൻ്റെ ഒരു അലോട്രോപ്പായിട്ടുള്ള ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു അലോട്രോപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്. അങ്ങനെയും ചോദ്യങ്ങൾ എപ്പോഴും വരുന്നതാണ്. അപ്പോൾ കാർബണിൻ്റെ അലോട്രോപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ലൂബ്രിക്കൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഗ്രാഫൈറ്റ് ആണ്. ഈ താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഗ്രാഫൈറ്റ് ആണ് ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ കാർബണിൻ്റെ അലോട്രോപ്പ് ഭൂമിയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും കാഠിന്യമുള്ളത് അല്ലെങ്കിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ആണ്. അത് ഒന്ന് നോട്ട് ചെയ്തേക്കുക. 15ാമത്തെ ചോദ്യം, FeCO(Ni) അതായത് ഫെറസ് അല്ലെങ്കിൽ അയൺ, കൊബാൾട്ട്, നിക്കൽ എന്നിവ ഏത് ടൈപ്പ് മെറ്റൽസ് ആണെന്ന്? ആൽക്കലി എർത്ത് മെറ്റൽസ് ആണോ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണോ, ട്രാൻസിഷൻ മെറ്റൽസ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? ട്രാൻസിഷൻ മെറ്റൽസ് ആണ് ഈ പറയുന്ന അയണും കൊബാൾട്ടും നിക്കലും ഒക്കെ. 16ാമത്തെ ചോദ്യം, ഇലക്ട്രിക് ബൾബ് ഫിലമെൻറ്റ് ഈസ് മെയ്ഡ് ഓഫ്. ഇലക്ട്രിക് ബൾബിൻ്റെ ഫിലമെൻറ്റ് ഏത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? എ ടങ്സ്റ്റൺ, ബി ക്രിപ്റ്റൺ, സി ലെഡ്, ഡി കോപ്പർ. നമുക്കറിയാം കുഞ്ഞു ക്ലാസ്സുകളിൽ മുതൽ പഠിക്കുന്നതാണ് ടങ്സ്റ്റൺ കൊണ്ടാണ് നമ്മളുടെ ഇലക്ട്രിക് ബൾബ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ എലമെൻറ്റിൻ്റെ കെമിക്കൽ നെയിം എന്നറിയപ്പെടുന്നത് വുൾഫ്രം എന്നാണ്. വുൾഫ്രം. ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിൻറ്റ് കാണിക്കപ്പെടുന്ന എലമെൻ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടങ്സ്റ്റൺ ആണ്. 17ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ മെറ്റൽ ദാറ്റ് റിമെയിൻസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന നോൺ മെറ്റൽ ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോസ്ഫറസ്, ഓപ്ഷൻ ബി ബ്രോമിൻ, ഓപ്ഷൻ സി ക്ലോറിൻ, ഓപ്ഷൻ ഡി ഹീലിയം. ബ്രോമിനാണ് റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായിട്ടിരിക്കുന്ന നോൺ മെറ്റൽ. പക്ഷേ റൂം ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുന്ന മെറ്റൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെർക്കുറിയാണ്. 18ാമത്തെ ചോദ്യം, ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഇൻ ദ പ്ലാന്റ്സ് കണ്ടെയ്ൻസ് വിച്ച് മെറ്റൽ. ക്ലോറോഫിൽ പിഗ്മെൻറ്റിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാൽസ്യം, ഓപ്ഷൻ ബി സിങ്ക്, ഓപ്ഷൻ സി മഗ്നീഷ്യം, ഓപ്ഷൻ ഡി അയൺ. മഗ്നീഷ്യമാണ് ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെറ്റൽ. അപ്പോൾ നമുക്ക് ചോദ്യം വരും, ബ്ലഡിൻ്റെ അകത്ത് ഹീമോഗ്ലോബിനുണ്ട്. ഹീമോഗ്ലോബിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ആണ്. ഇനി ഇൻസുലിൻ, നമ്മുടെ പാങ്ക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അകത്ത് ഇരിക്കുന്ന മെറ്റൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിങ്ക് ആണ്. 19ാമത്തെ ചോദ്യം, എ ബ്ലാക്ക് ഹോൾ ഈസ് ഡാഷ്. ബ്ലാക്ക് ഹോൾ എന്ന് പറയപ്പെടുന്നത് എന്താണ്? എ കോൺട്രാക്റ്റഡ് സ്റ്റാർ വിത്ത് ഇൻറ്റൻസ് ഗ്രാവിറ്റേഷൻ പുള്ളാണോ, സ്റ്റാർ വിത്ത് ലോ സർഫസ് ടെമ്പറേച്ചർ ആണോ, സ്റ്റാർ വിത്ത് നോ അറ്റ്മോസ്ഫിയർ ആണോ,
എ പൾസേറ്റിംഗ് സ്റ്റാർ ആണോ? അപ്പോൾ ഇതിൻ്റെ അത് ബ്ലാക്ക് ഹോൾ തിയറിയുമായി ബന്ധപ്പെട്ട ആളാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ് ബ്ലാക്ക് ഹോൾ തിയറിയുമായി ബന്ധപ്പെട്ട വ്യക്തി. അപ്പോൾ ഈ ബ്ലാക്ക് ഹോൾ തിയറി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അതിന് ഒരുപാട് ഗ്രാവിറ്റേഷണൽ പുള്ള് വരുന്നു, അതിൻ്റെ തൊട്ട് എല്ലാത്തിനെ ആകർഷിക്കുന്ന ആ ഒരു കോൺട്രാക്റ്റഡ് മോഡിലെത്തുന്നു, അതായത് ചുരുങ്ങിയ ഏറ്റവും അവസാനത്തെ ഫേസിലേക്ക് എത്തുന്നു. അതാണ് ബ്ലാക്ക് ഹോൾ തിയറി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായി വരുന്നത് കോൺട്രാക്റ്റഡ് സ്റ്റാർ വിത്ത് ഇൻറ്റൻസ് ഗ്രാവിറ്റേഷണൽ പുള്ള്. ഏറ്റവും അവസാനം വരുമ്പോൾ അതിനകത്ത് ഏതിനെയും ആകർഷിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അതിൻ്റെ ഒരു ഫേസിലേക്ക് ഒരു സ്റ്റാർ എത്തുന്നു. അതാണ് ബ്ലാക്ക് ഹോൾ തിയറി. നോക്കുക, 20ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ശ്രീരംഗപട്ടണം ട്രീറ്റി ഡാഷ് വാസ് അനക്സ്ഡ് ടു ദ ബ്രിട്ടീഷ്. ശ്രീരംഗപട്ടണം ട്രീറ്റിക്ക് അനുസരിച്ച് ബ്രിട്ടീഷുകാരിലേക്ക് ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏത്? മൈസൂർ, കൊച്ചി, ട്രാവൻകൂർ, മലബാർ. നോക്കുക, ശ്രീരംഗപട്ടണം ട്രീറ്റിക്ക് അനുസരിച്ച് മലബാറാണ് ബ്രിട്ടീഷിൻ്റെ അധീനതയിലായത്. 21ാമത്തെ ചോദ്യം. നെയിം ദ വാർസ് ഹെൽഡ് ബിറ്റ്വീൻ ദ ഫോഴ്സസ് ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച്. ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും അധികാരത്തിന് വേണ്ടിയിട്ട് കുറേ കാലം പോരാടിയ ആ യുദ്ധത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ എ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്, ഓപ്ഷൻ ബി ബാറ്റിൽ ഓഫ് ബക്സർ, ഓപ്ഷൻ സി കർണാട്ടിക് വാസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. കർണാട്ടിക് വാസാണ് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അല്ലെങ്കിൽ ഫ്രാൻസുകാരും ഏറ്റവും കൂടുതൽ പോരാടിയ യുദ്ധത്തിൻ്റെ പേര്. ഈ പേര് വന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കർണാട്ടിക് വാസ് എന്ന പേര് കിട്ടിയത്. 22ാമത്തെ ചോദ്യം. ഹാരപ്പ സിവിലൈസേഷൻ വാസ് ഡിസ്കവേർഡ് ഇൻ 1920-1921 ബൈ ദ എക്സ്കവേഷൻസ് ബൈ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ആരാണ് എക്സ്കവേറ്റ് ചെയ്തത്? മാർട്ടിമർ വീലർ, അലക്സാണ്ടർ കണ്ണിങ്ഹാം, ദയറാം സാനി, നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ദയറാം സാനിയാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടു കഴിഞ്ഞാൽ ദയറാം സാനി ആണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. 23ാമത്തെ ചോദ്യം. ഇൻ 1492 ദ സ്പാനിഷ് നാവിഗേറ്റർ ഹു സെറ്റ് ഔട്ട് ഹിസ് വോയേജ് ടു ഡിസ്കവർ ഇന്ത്യ ബട്ട് ഇൻസ്റ്റഡ് ലാൻഡഡ് ഓൺ ദ സോയിൽ ഓഫ് അമേരിക്ക വാസ്. അപ്പോൾ 1492 ഇന്ത്യയെ കണ്ടെത്താൻ വേണ്ടി പുറപ്പെട്ട സ്പാനിഷ് നാവിഗേറ്റർ അതിന് പകരം അമേരിക്കയെ കണ്ടെത്തി, അല്ലെങ്കിൽ അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തി. അദ്ദേഹം ആര്? വാസ്കോ ഡ ഗാമയാണോ, മഗല്ലനാണോ, ജെയിംസ് കുക്ക് ആണോ, ക്രിസ്റ്റഫർ കൊളംബസ് ആണോ? നമുക്കറിയാം ഹൂ ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള അത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ഉത്തരം. 24ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. അബ്സോർപ്ഷൻ ഓഫ് ഇങ്ക് ബൈ ബ്ലോട്ടിംഗ് പേപ്പർ ഇൻവോൾവ്സ്. അതായത് ബ്ലോട്ടിംഗ് പേപ്പർ ഒരു ജലത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ക് കലർന്ന ഒരു ജലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്ലോട്ടിംഗ് പേപ്പറിൻ്റെ മുകളിലോട്ട് ജലനിരപ്പ് വർദ്ധിക്കുന്നു. അത് ഏത് പ്രതിഭാസം മൂലമാണ്? വെസ്കോസിറ്റി ഓഫ് ഇങ്ക് ആണോ, കാപ്പിലറി ആക്ഷൻ ആണോ, ഓസ്മോസിസ് ആണോ, സിഫൺ ആക്ഷൻ ആണോ? നമുക്ക് ക്യാപ്പിലാരിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു അബ്സോർപ്ഷൻ, ഏതെങ്കിലും ഒരു ഈ തിരശ്ശീല അല്ലെങ്കിൽ തുണി ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ തുണിയിലകത്തോട്ട് വെള്ളം പിടിച്ച് അബ്സോർബ് ചെയ്ത് മുകളിലോട്ട് ഉയരുന്നു. അപ്പോൾ അതിനെയാണ് ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ക്യാപ്പിലറി ആക്ഷൻ ആണ് ബ്ലോട്ടിംഗ് പേപ്പർ ഇങ്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഇങ്ക് വലിച്ചെടുക്കുന്നതിൻ്റെ അകത്ത് പ്രതിഭാസം. 25ാമത്തെ ചോദ്യം. ന്യൂക്ലിയർ സൈസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ യൂണിറ്റ് നെയിംഡ്. ഏത് യൂണിറ്റിലാണ് ന്യൂക്ലിയസിൻ്റെ സൈസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ സൈസ് മെൻഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ ആങ്സ്ട്രം, ഓപ്ഷൻ ബി ന്യൂട്ടൺ, ഓപ്ഷൻ സി ടെസ്ല, ഓപ്ഷൻ ഡി ഫെർമി. ന്യൂക്ലിയർ സൈസിനെ നമ്മൾ യൂണിറ്റ് ആക്കുകയാണെങ്കിൽ ആ യൂണിറ്റ് ഫെർമിയാണ്. 26ാമത്തെ ചോദ്യം. റാഫേൽ ഈസ് ഡാഷ്. റാഫേൽ എന്താണ്? എ സ്പൈ ഡ്രോൺ, ബി ഹെലികോപ്റ്റർ, സി എയർക്രാഫ്റ്റ്, ഡി അൺമാൻഡ് ടാങ്ക്. അടുത്തിടെ ഒരുപാട് ന്യൂസുകളിൽ നമ്മൾ കണ്ടതാണ് റാഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൽ നിന്നും വാങ്ങിച്ച കഥകളൊക്കെ. അപ്പോൾ റാഫേൽ യുദ്ധവിമാനമാണ്, എയർക്രാഫ്റ്റാണ്. അത് ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഫ്രാൻസ് മാനുഫാക്ചർ ചെയ്ത ഒരു എയർക്രാഫ്റ്റാണ് റാഫേൽ. 27ാമത്തെ ചോദ്യം. റാണി റംപാൽ ഈസ് ഫേമസ് ഇൻ വിച്ച് ഇവൻറ്റ്. ഏത് ഇവൻറ്റിലാണ് റാണി റാംപാൽ ഫേമസ് ആയത്? നോക്കുക, ഹോക്കി, ഹർഡിൽസ്, 200 മീറ്റർ ഹൈ ജമ്പ്. നമുക്ക് റാണി റാംപാലിന് ഖേൽ രത്ന 2020 ലഭിച്ചു. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻസ്. റാണി റാംപാൽ ഹോക്കി കളി ഇനത്തിലാണ് അവർക്ക് ഖേൽ രത്ന ലഭിച്ചത്.
നമ്മൾ മാരിയപ്പൻ തങ്കവേലു പഠിച്ചു, അദ്ദേഹം പഠിക്കാൻ കാരണവും ഖേൽ രത്ന അവാർഡ് കിട്ടിയത് കൊണ്ടാണ്. അതുമാത്രമല്ല മനിക ബത്ര, വിനേഷ് ഫോഗാട്ട്, രോഹിത് ശർമ്മ ഇവർക്ക് ഇത്രയും പേർക്കും കൂടി ഒരുമിച്ചാണ് 2020 ഖേൽ രത്ന അവാർഡ് ലഭിച്ചത്. 28ാമത്തെ ചോദ്യം, ഹൂ ഈസ് ഇലക്റ്റഡ് ആസ് പ്രസിഡന്റ് ഓഫ് USA റീസെൻ്റ്ലി? USA പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആര്? കമല ഹാരിസ്, ഡൊണാൾഡ് ട്രംപ്, ജോ ബൈഡൻ, വ്ളാഡിമിർ പുടിൻ. നമുക്കറിയാം ജോ ബൈഡൻ ആണ് USA പ്രസിഡൻറ്റ്. കമല ഹാരിസ് ആണ് വൈസ് പ്രസിഡൻറ്റ്. റഷ്യൻ പ്രസിഡൻ്റാണ് വ്ളാഡിമിർ പുടിൻ. 29ാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഈസ് ഗോയിങ് ടു ഹോസ്റ്റ് ഫിഫ വേൾഡ് കപ്പ് 2022? 2022 ഫിഫ വേൾഡ് കപ്പ് ഏത് കൺട്രിയിൽ വെച്ചാണ് നടക്കാനിരിക്കുന്നത്? ഓപ്ഷൻ എ ദോഹ, ഓപ്ഷൻ ബി ബ്രസീൽ, ഓപ്ഷൻ സി മെക്സിക്കോ, ഓപ്ഷൻ ഡി ഖത്തർ. ഖത്തറിൽ വെച്ചാണ് 2022 ഫിഫ വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്നത്. 30ാമത്തെ ചോദ്യം, ഓപ്പറേഷൻ നമസ്തേ ടു കോംബാറ്റ് ദ സ്പ്രെഡ് ഓഫ് COVID-19 ഈസ് എ ക്യാമ്പയിൻ ഓഫ് ഡാഷ്. ഓപ്പറേഷൻ നമസ്തേ എന്ന് പറഞ്ഞ ഒരു കോഡ് നെയിം കൊടുത്തുകൊണ്ടൊരു ക്യാമ്പയിൻ COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി താഴെ പറയുന്ന ഏത് ഫോഴ്സാണ് നടത്തിയത്? ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, സെൻട്രൽ ഗവൺമെൻറ്. ഇന്ത്യൻ ആർമിയുടെ ക്യാമ്പയിൻ്റെ പേരാണ് ഓപ്പറേഷൻ നമസ്തേ. അപ്പോൾ നമ്മൾ 30 GK ചോദ്യങ്ങൾ, സയൻസ് ചോദ്യങ്ങൾ, കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുക, നന്നായി റിവൈസ് ചെയ്ത് വായിക്കുക, എക്സാമിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഒട്ടും സമയം കളയാതെ നന്നായി പഠിക്കുക. എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ. അപ്പോൾ ബൈ. Thank you.